2025 ആദായ നികുതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പുതിയ ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബില്ലിലെ ചില ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് പിൻവലിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ധനകാര്യമന്ത്രി ബിൽ അവതരിപ്പിച്ചത്. KR സാജു വിശദാംശങ്ങൾ നൽകാൻ സജു തോമസ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. സജു, എന്താണ് ഈ ബില്ലിലെ ആശയക്കുഴപ്പങ്ങൾ? ഇപ്പോൾ പിൻവലിക്കാനുള്ളൊരു നടപടിയിലേക്ക് കേന്ദ്രം എത്തിയത് എങ്ങനെയാണ്? സൈഫുദ്ദീൻ, 1961 ആദായ നികുതി ബില്ലിൽ ഭേദഗതി വരുത്തിയാണ് 2025 ഫെബ്രുവരി മാസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ബില്ല് അവതരിപ്പിച്ച് ഈ ബില്ല് അവതരിപ്പിച്ചതിനു ശേഷം ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വേണ്ടി വിടുകയായിരുന്നു. സെലക്ട് കമ്മിറ്റി 4 മാസത്തെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് ഇതിപ്പോൾ പിൻവലിക്കണമെന്നുള്ള നിർദ്ദേശം മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ 21ാം ഷെഡ്യൂളിലെ ചില മാറ്റങ്ങൾ അത് ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീടിന്റെ വായ്പകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ആവർത്തനങ്ങൾ ഈ ബില്ലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ബില്ലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ഈ 536 വകുപ്പുകളും 622 പേജുകളുമുള്ള പുതിയ ബില്ലാണ് അതായത് ഈ വർഷം ആദ്യം, അതായത് ഫെബ്രുവരി മാസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിൽ ചില ഭേദഗതികളൊക്കെ വേണമെന്നൊക്കെയും ഈ പ്രതിപക്ഷമൊക്കെയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് സെർച്ച് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. ഇപ്പോൾ സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആർട്ടിക്കിൾ 21 ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അവിടെ ചില ആവർത്തനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റെസിഡൻഷ്യൽ ഹോമുകളുമായി ബന്ധപ്പെട്ടുള്ള ചില നയങ്ങളിലും അതുപോലെ ചില നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ പിൻവലിക്കണമെന്നുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. പുതിയ ബില്ല് 11ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സൈഫുദ്ദീൻ. ശരി സജു.